ഇനി പാട്ടും കാണണ്ട അതിന്റെ. മലപ്പുറം മലപ്പുറത്ത് എവിടെയെന്ന് ഇന്ന് ദർശനം തരാമെന്ന് പറഞ്ഞിരുന്നു. ദർശനമോ? ഞാൻ ദർശനം തരാൻ ഞാൻ ഇവിടെ ലൈവിൽ വന്നിരിക്കുകയല്ലേ. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ 5 ലൈവ് കണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഉണർന്നപ്പോൾ 5 വന്നിവിടെ ഇരുന്നപ്പോൾ ഞാൻ ലൈവ് ഇടാൻ മടിച്ചാണ്ടിരുന്ന. പിന്നെ ശില്പയും കൂടി വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ ലൈവ് കുറച്ചേരം കയറി ഇറങ്ങാം. നല്ല തണുപ്പ് പുറത്തു കേട്ടോ കൽബേ. കൺഫർമേഷൻ മെസ്സേജ് വന്നില്ല എന്ന് പറയാം. നോക്കട്ടെ എന്നരവ്. ആ മൂവി പറ, ഞാൻ കണ്ടു നോക്കട്ടെ എന്ന്. ധീരയാണോ പറയുന്ന ആരവേ? എന്നാലേ അറിയാൻ പറ്റൂ. ആരവ് ധീര എന്ന് പറയുന്നുണ്ട്. ഓക്കേ എന്ന് പറയുന്നുണ്ട് പാബ്ലോ. അവിടെ മഴ, ഇവിടെ പെരുമഴ. അപ്പോൾ നാളെയും പോകില്ല അല്ലേ? അതൊന്നും പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പോകും എന്ന് പറഞ്ഞ നീ പറയേ ഞാൻ പോകുന്നവര് പോയില്ല എന്ന് മടിച്ചീന്ന് പറയില്ലേ നീ നേരത്തെ പോലെ. മനുഷ്യന്റെ അവസ്ഥയല്ലേ, പറയാൻ പറ്റില്ല കേട്ടോ. ആരവ് നിനക്കൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ മാനസികവും തളർന്നിരിക്കുന്ന ഒരാൾ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു? അത് സത്യമാണ് കേട്ടോ. ഞാൻ ഏതോ ഒരു സിനിമ കണ്ടപ്പോൾ, അത് ഏത് സിനിമ ഞാൻ മറന്നുപോയി. അത് കണ്ടപ്പോൾ ഞാൻ അതിൽ എന്നെ തന്നെയാണ് കണ്ടത്. ഒരുപാട് നാളെ 2-3 വർഷമാവും ഞാനത് കണ്ടിട്ട്. ഞാൻ മറന്നുപോയ സിനിമയാണെന്ന്. നാളെ പോകില്ലേന്ന് അറിയാൻ പറ്റില്ലടാ കേട്ടാ. പാബ്ലോ അതേ ചുമ്മാ എടുത്തു വെച്ച് കാണുന്നത്. അത് ഏത് സിനിമ? എൽസമ്മ എന്ന ആൺകുട്ടിയാണോ? എൽസമ്മ എന്ന ആൺകുട്ടിയോ? അതെന്താ പാബ്ലോ അങ്ങനെ പറഞ്ഞ? ആ സിനിമ അത് ഞാൻ കണ്ട സിനിമ. ആരവേ ചിരിക്കണ്ട കേട്ടോ. നിന്റെ ചിരി അങ്ങനെ ഒരു സിനിമ ഉണ്ട് എനിക്ക് പറയാം. ഞാൻ കുറച്ചൊക്കെ കണ്ടു ആ സിനിമ. എന്നാണ് കുട്ടി. വെറുതെ ഒരു ഭാര്യയാണ് തന്നെയാണ്. വെറുതെ അല്ല, അതൊന്നും അല്ല. അതും ഇപ്പോ വീട്ടിൽ ഫുള്ള് ജോലി ഒറ്റയ്ക്കല് ചെയ്യുന്ന കേട്ടോ. ഗുഡ് നൈറ്റ്. ഓക്കെ ശില്പ, ഗുഡ് നൈറ്റ്. ടാറ്റാ, പോയിട്ട്. വെറുതെ ഒരു ഭാര്യ എന്നല്ല, വെറുതെ ഒരു പെണ്ണ് എന്ന് പറയണായിരിക്കും കുറച്ചുകൂടി ശരി. വെറുതെ അല്ല ഭാര്യയാണ്. അതെ, വെറുതെ അല്ല. അവൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് വേണം സിനിമ ആണേലും അനിമയാണേലും കാർട്ടൂൺ ആണേലും കാണാൻ. അതല്ലേ എൻ്റെ കൂട്ടാവും. ചേച്ചിക്ക് അനുഭവം ഉണ്ടല്ലേ എന്ന്. അതെ കണ്ടോ കാർത്തിക? നമ്മള് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഒരു കാലത്ത് ആരൊക്കെ ആയിരുന്നു അവരെ മറക്കാൻ സ്വയം നേടിയെടുത്ത പേരാണ് പ്രാന്തം. നിനക്ക് എന്ത് പറ്റി കൽബേ? എന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ കുറേ ഇതായിരുന്നല്ലോ. നേരത്തെ 5 എൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ കിടന്ന് അടികൂടി. ഞാൻ അതാണ് പിന്നെ ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇനി എന്നോട് വല്ല പിണക്കം വല്ല ഉള്ളതുകൊണ്ടായിരിക്കും നീ അങ്ങനെ പറയണേന്ന്.